വെൽക്കം ബാക്ക് ടു NINM ഫാഷൻ. ഇത് നമ്മുടെ സീരീസിലെ മൂന്നാമത്തെ വീഡിയോ ആണ്. ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് 30 രൂപ വെച്ചിട്ട് എങ്ങനെയാണ് നമുക്കൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ അതിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് എങ്ങനെയാണ് ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതിൽ നമ്മളൊരു പ്രൊഡക്റ്റ് അതിലുണ്ടാക്കി കാണിച്ചിട്ടുണ്ടായിരുന്നു. സെക്കൻഡ് പാർട്ടിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇതേപോലെ പ്രൊഡക്റ്റ് വെക്കാനുള്ള ഇതേപോലത്തെ ഷീറ്റുകൾ ഒട്ടും 1 രൂപ പോലും ചിലവില്ലാണ്ട് എങ്ങനെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. ഇത് ഞാനൊരു കേക്കിൻ്റെ കവർ വെച്ചിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളതാണ്, ജസ്റ്റ് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട്. സോ ഈ പാർട്ടിൽ നമ്മൾ പറയുന്നത് എങ്ങനെയാണ് ആ പ്രൊഡക്റ്റ് മാർക്കറ്റ് ചെയ്യുക, എങ്ങനെയാണ് നമുക്ക് സെയിൽ ചെയ്യുക, പിന്നെ നമ്മുടെ ബിസിനസ് ഇനി എങ്ങനെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. ഈ 2 കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നത്. അത് മാത്രമല്ല പറയുന്നത്, തമ്പനെയിലിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായി 30 രൂപ വെച്ച് നമുക്ക് 1000 രൂപയുടെ ബിസിനസ് ചെയ്യാന്നുള്ളത്. അത് എങ്ങനെയാണെന്നുള്ളതും ഈ വീഡിയോയിൽ ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. പിന്നെ പലരും കമൻ്റായിട്ട് നല്ല കമൻസാണ് ഒരുപാട് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിനൊക്കെ ഒരുപാട് നന്ദി. പിന്നെ ചില നെഗറ്റീവ് കമൻസ് വന്നത് എന്താ വെച്ചാൽ 30 രൂപയ്ക്ക് എങ്ങനെയാണ് ഈ ക്ലോത്തും ഇതൊക്കെ കിട്ടുമെന്നുള്ളത്. അപ്പോൾ ഒരിക്കലും ഞാൻ പറഞ്ഞിട്ടില്ല 30 രൂപയ്ക്ക് ക്ലോത്ത് വാങ്ങിക്കാമെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. 30 രൂപേൻ്റെ ടിക്ടാക്ക് യൂസ് ചെയ്യാമെന്നാണ് പറഞ്ഞത്. ക്ലോത്ത് നിങ്ങൾക്ക് സംഘടിപ്പിക്കാൻ പറ്റുമെങ്കിൽ, ഫസ്റ്റ് വീഡിയോയിൽ ഞാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, 30 രൂപയുടെ ടിക്ടാക്ക് കുറച്ച് കട്ട് പീസ് ക്ലോത്തുകളും നിങ്ങൾക്ക് സംഘടിപ്പിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന ബിസിനസ്സാണ്. അപ്പോൾ ഒന്നും നമ്മൾ എഫേർട്ട് ഇടാതെ ഒന്നും നേടാൻ പറ്റില്ല. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പറയുമ്പോൾ അത്ര സിമ്പിളും അല്ല. കുറച്ച് നമുക്ക് അതിൻ്റെ മുകളിൽ എഫേർട്ടും ടൈമും ഒക്കെ ഉണ്ടാവും. ഇപ്പോൾ എല്ലാ കാര്യത്തിലും എല്ലാ ജോലിക്കും അതിൻ്റേതായ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ ആ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളൊക്കെ അതിജീവിച്ച് പോകുന്നവർക്ക് മാത്രമേ ജീവിതത്തിൽ സക്സസ് ഉണ്ടാവുള്ളൂ. പിന്നെ ആരും നല്ല സമയത്തിന് വേണ്ടി ഒരിക്കലും കാത്തു നിൽക്കരുത്. ഏതൊരു ബുക്കിൽ വായിച്ചത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, നല്ല സമയം എന്നൊന്നും ഇല്ല. ഇപ്പോൾ എന്താണോ ഉള്ളത് അതാണ് നല്ല സമയം. ഇപ്പം നമ്മളെ കയ്യിൽ എന്താണോ ഉള്ളത് അത് വെച്ച് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക, അത് വെച്ച് നമ്മൾ ജീവിതം മുന്നോട്ട് പോവുക. ബാക്കിയുള്ളതൊക്കെ വഴിയേ വന്നോളൂ എന്ന് പറഞ്ഞതിൽ ഞാൻ വിശ്വസിക്കുന്നു. അതേപോലെ തന്നെയാണ് നിങ്ങളോടും പറഞ്ഞത്. നിങ്ങളെ കയ്യിൽ പൈസ ഇല്ലെങ്കിൽ വേണ്ട, 30 രൂപ വെച്ച് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ആ സ്റ്റാർട്ട് ചെയ്ത് ഒരു 1000 രൂപ എങ്ങനെ ആക്കുന്നവരെ ഞാൻ പറഞ്ഞു തരും. ബാക്കിയൊക്കെ നിങ്ങളെ കഴിവാണ്. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് ബിസിനസ്സും തുടർന്ന് കൊണ്ടുപോവാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാതിരിക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് പറയണമെന്നേ ഉള്ളൂ. അത് കേട്ടിട്ട് ഒരാളെങ്കിലും ജീവിതത്തിൽ ഒരു രൂപയെങ്കിലും ഉണ്ടാക്കിയെടുത്തു എന്ന് പറഞ്ഞാൽ അത് എനിക്കൊരു സന്തോഷമുള്ള കാര്യമാണ്. അതിൽ ഞാൻ അഭിമാനിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് നമുക്ക് കടക്കാം. എങ്ങനെയാണ് നമ്മൾ പ്രൊഡക്റ്റ് മാർക്കറ്റ് ചെയ്യുക? നമ്മൾ ജസ്റ്റ് ഇങ്ങനത്തെ ഒരു സെറ്റ് ടിക്ടാക്ക് മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ. അതിനെ മൂന്നെണ്ണം ഒരു സെറ്റാക്കി വെച്ചിട്ടാണ് നമ്മൾ സെയിൽ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. ഇങ്ങനെയല്ല, ഇതേപോലെ 3 എണ്ണം വരുന്ന ഒരു സെറ്റ് ടിക്ടാക്കാണ് നമ്മൾ ഉണ്ടാക്കിയത്. അങ്ങനെ 4 സെറ്റാണ് നമ്മളെ കയ്യിലുള്ളത്. അതാണ് നമുക്ക് സെയിൽ ചെയ്യേണ്ടത്. വെറും 4 സെറ്റേ ഉള്ളൂ നമ്മളെ കയ്യിലുള്ളൂ. നമ്മൾ 30 രൂപയ്ക്ക് വാങ്ങിച്ചത്. അത് ഒരു സെറ്റിന് നമ്മൾ 50 രൂപ വെച്ചാണ് കൊടുക്കാമെന്ന് വിചാരിച്ചത്. അത് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് സെയിൽ ചെയ്യാൻ പറ്റില്ലേ? വെറും 4 ആൾക്കാരെ കൊണ്ട് വാങ്ങിച്ചാൽ മതി. നിങ്ങളുടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സോ കസിൻസോ ഒക്കെ ആയിട്ട് വാങ്ങിക്കുമ്പോൾ തന്നെ അത് സെയിലാവും. അപ്പോൾ ഏറെക്കുറെ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾക്ക് സെയിൽ ചെയ്യാൻ പറ്റുന്നുണ്ടോ ഇല്ലേന്ന്. ആ ഒരു 4 സെറ്റ് ടിക്ടാക്കും കൂടെ നിങ്ങൾക്ക് സെയിൽ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഇനി ഈ ഒരു ബിസിനസ് തുടർന്നു കൊണ്ട് പോകണോ വേണ്ടേ എന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കാവുന്നതാണ്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് അഥവാ സെയിൽ ആയിട്ടില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് നഷ്ടം വെറും 30 രൂപ മാത്രമേ ഉള്ളൂ. പിന്നെ നിങ്ങളുടെ കുറച്ച് എഫേർട്ടും. ഇപ്പോൾ നിങ്ങൾക്ക് കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർ യൂസ് ചെയ്താൽ ആ പ്രശ്നം കഴിഞ്ഞില്ലേ. അപ്പോൾ ഒന്ന് ചെയ്തു നോക്കുക. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞ പോലെ തന്നെ 4 ആൾക്കാർക്ക് സെയിൽ ചെയ്ത് 50 രൂപ വെച്ച് 4 ആൾക്കാർക്ക് സെയിൽ ചെയ്താൽ നിങ്ങൾക്ക് എത്ര രൂപ കിട്ടി? 200 രൂപ. വെറും 30 രൂപയെ നിങ്ങൾ സ്പെൻഡ് ചെയ്തിട്ടുള്ളൂ. അത് ഓർക്കണം. ക്ലോത്ത് വെറുതെ കിട്ടില്ല. ക്ലോത്ത് കട്ട് പീസ് സംഘടിപ്പിക്കുന്നത് നിങ്ങളുടെ കഴിവാണ്. ഇപ്പോൾ പലപ്പോഴും നമ്മുടെ ചുരിദാറൊക്കെ സ്റ്റിച്ച് ചെയ്തതിൻ്റെ ബാക്കി വരുന്ന കട്ട് പീസസ് ഉണ്ടാവും. അല്ലെങ്കിൽ ഈ ബ്ലൗസൊക്കെ സാരി വിത്ത് ബ്ലൗസ് വരുന്നതിൽ ബ്ലൗസ് പീസൊക്കെ അടിക്കാത്ത അമ്മമാർ, അങ്ങനെ ബ്ലൗസ് പീസൊന്നും അടിക്കാത്ത അമ്മമാരൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിൽ നിന്നൊക്കെ നല്ല കട്ട് പീസൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ക്ലോത്ത് നിങ്ങൾ സംഘടിപ്പിക്കുക. കുറച്ചൊക്കെ എഫേർട്ട് നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം. കുറച്ചൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. സെയിൽ ചെയ്യാനും ഒക്കെ ബുദ്ധിമുട്ടുണ്ടാകും. തുടക്കത്തിലൊക്കെ എന്തായാലും കഷ്ടപ്പെടും. അപ്പോൾ അതൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് തരക്കേടില്ലാത്തൊരു പ്രോഫിറ്റ് ഉള്ള ഒരു ഏണിങ്സ് ഉണ്ടാവും എന്നുള്ളത് ഞാൻ ഉറപ്പ് തരികയാണ്. അപ്പം 200 രൂപയ്ക്ക് നിങ്ങൾക്ക് സെയിൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ, വെറും 30 രൂപ സ്പെൻഡ് ചെയ്തിട്ട് 200 രൂപ നിങ്ങൾക്ക് സെയിൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സക്സസ് തന്നെയാണ്. അങ്ങനെയുള്ളവർ എന്ത് ചെയ്യുക? തീർച്ചയായിട്ടും നിങ്ങളുടെ ബിസിനസ് തുടർന്ന് കൊണ്ടുപോകുക.
അപ്പം 200 രൂപ നിങ്ങൾ എടുക്കല്ലേ. അപ്പോൾ അതിനുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. ഇവിടെ നല്ല മഴയാണ്. വീഡിയോ ഓഡിയോ ഒക്കെ എത്രത്തോളം ക്ലാരിറ്റി ഉണ്ടെന്ന് എനിക്കറിയില്ല, അറിയുമെന്ന് വിശ്വസിക്കുന്നു. ഇപ്പം നിങ്ങൾ 200 രൂപ, ഇനി അല്പം നമുക്ക് മാക്സ് നോക്കാം. 200 രൂപയ്ക്ക് സെയിൽ ചെയ്തു അല്ലേ. അതിൽ 200 രൂപ വേണ്ട, 50 രൂപ നിങ്ങൾ എടുത്തോളൂ കേട്ടോ. 50 രൂപ വെച്ചാൽ നിങ്ങൾക്ക് 30 രൂപ ടിക്ടാക്ക് ഉണ്ടാക്കാനും പിന്നെ ഒരു 20 രൂപ നിങ്ങളുടെ പ്രോഫിറ്റ് എന്ന രീതിയിൽ 50 രൂപ നിങ്ങൾ വെച്ചോളൂ. ബാക്കിയുള്ള 150 രൂപ അത് വെച്ച് ഇനി എന്ത് ചെയ്യുക, വീണ്ടും ടിക്ടാക്കും ഇത് ബിസിനസ് കണ്ടിന്യൂ ചെയ്യുക. 150 രൂപയ്ക്ക് എത്ര സെറ്റ് വാങ്ങിക്കാൻ പറ്റും? 30 രൂപേൻ്റെ 5 എണ്ണം വാങ്ങിച്ചൂടെ അല്ലേ? 5 സെറ്റ് വാങ്ങിക്കാൻ പറ്റും. ഈ 5 സെറ്റ്, ഒരു സെറ്റ് നമ്മൾ എത്ര സെറ്റാക്കി സെയിൽ ചെയ്തിട്ടുണ്ടായി? 50 രൂപേൻ്റെ 4 സെറ്റാക്കി സെയിൽ ചെയ്തില്ലേ? അപ്പോൾ 5 ടിക്ടാക്കിൻ്റെ സെറ്റ് എത്ര എണ്ണാക്കി നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റും? 20 സെറ്റ് ഉണ്ടാക്കിക്കൂടെ? 20 സെറ്റ് ഉണ്ടാക്കാൻ പറ്റും. ഇപ്പോൾ 20 സെറ്റും ഓരോ സെറ്റ് 50 രൂപയ്ക്ക് വെച്ചാൽ 20 സെറ്റിന് എത്ര രൂപയ്ക്ക് നിങ്ങൾക്ക് വിൽക്കാൻ പറ്റും? 1000 രൂപയ്ക്ക് അല്ലേ? അങ്ങനെ 1000 രൂപ നിങ്ങൾക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കിക്കൂടെ? അപ്പം ആരെങ്കിലും ഒരാളെങ്കിലും ഞാൻ പറയുന്ന പോലെ ഒന്ന് ചെയ്ത് നോക്കുക. അപ്പം ആദ്യം നമ്മൾ 30 രൂപയ്ക്കാണ് തുടങ്ങിയത്. അത് മാത്രമാണ് നിങ്ങളെ കയ്യിൽ നിന്ന് എടുത്ത എമൗണ്ട് ഉണ്ടായത്. ബാക്കിയൊക്കെ നമ്മൾ ബിസിനസ് ചെയ്ത് നമ്മൾ പ്രോഫിറ്റ് നേടിയിട്ട് ഉണ്ടാക്കിയതാണ് ഈ 1000 റുപ്പീസും. അപ്പോൾ ആരെങ്കിലുമൊക്കെ ചെയ്ത് നോക്കുക. ഈ ഒരു കണക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ ഞാൻ ഒന്നും കൂടി പറയാം കേട്ടോ. വെറും 30 രൂപയിൽ തുടങ്ങിയ നമ്മുടെ ബിസിനസ് ഇപ്പോൾ 1000 റുപ്പീസിലാണ് നിൽക്കുന്നത്. ഇനി ബിസിനസ് കണ്ടിന്യൂ ചെയ്യണതും അതിൻ്റെ പ്രോഫിറ്റൊക്കെ ഉണ്ടാക്കുന്നതൊക്കെ നിങ്ങളുടെ കയ്യിലാണ്. നിങ്ങൾക്ക് ഈ 1000, 10,000, ലക്ഷവും കോടിയൊക്കെ ആക്കി മാറ്റാവുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ബിസിനസ് ഇവിടെ നിർത്താം, എന്ത് വേണമെങ്കിലും നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ, ഈ ഒരു സീരീസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഒന്ന് കമൻറ്റും കൂടി ചെയ്യുക. താങ്ക്